ശ്രീ ബിനോയ് കുഞ്ഞുമോൻ, പലരും ഇത്തരത്തിലുള്ള അശ്ലീല പരാമർശങ്ങൾ നടത്തുന്നത് ഫേക്ക് ഐഡിയിൽ നിന്നാകാം. അതുകൊണ്ട് തന്നെ ഇവരെ കണ്ടുപിടിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്. തങ്ങൾക്ക് എന്തും വന്നു പറഞ്ഞു പോകാനൊരിടം കൂടിയാകും ഇത്, തങ്ങളെ ആരും പിടിക്കില്ല എന്നുള്ള ധൈര്യം തന്നെയാണ് അവർക്കത് നൽകുന്നത്. താങ്കൾ തന്നെ പലതവണ പോലീസിനെ സമീപിച്ചു, പക്ഷേ അവർക്ക് കണ്ടുപിടിക്കുന്നതിന് ഒരു പരിധി ഉണ്ടായിരുന്നു എന്നാണ് താങ്കൾ പറഞ്ഞത്. ഇങ്ങനെയാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ഇത്തരത്തിൽ അശ്ലീല പരാമർശങ്ങൾ കൊണ്ട് നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ നിയന്ത്രിക്കേണ്ടത് ആരുടെ ഒരു മനോധർമ്മമാണ്, അല്ലെങ്കിൽ ആരുടെ കർത്തവ്യമാണ് എന്നാണ് താങ്കൾ കരുതുന്നത്? സോഷ്യൽ മീഡിയ, യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക്, തന്നെ കുറച്ച് സംഭവങ്ങൾ നമുക്ക് ഫേവറായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു കമന്റുകൾ, നമുക്ക് താല്പര്യമുള്ള കമന്റുകളാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ഐ ഡി തന്നെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, യൂട്യൂബ്, ഫേസ്ബുക്ക് തന്നെ ഡിലീറ്റ് ആക്കി ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് നവീകരണ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ കൊണ്ടുവന്നിട്ടുണ്ട്. എങ്കിൽ തന്നെ അത് എത്രത്തോളം പ്രാവർത്തികമാകും, അല്ലെങ്കിൽ ഇത് ഒരുപാട് ആൾക്കാർ കണ്ടതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ആക്ഷനിലേക്ക് അവർക്ക് കിടക്കാൻ പറ്റത്തുള്ളൂ. പെട്ടെന്ന് സഡൻ ആക്ഷൻ ആയിട്ട് പറ്റത്തില്ല. ഇത് ഒരുപാട് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സമയം അങ്ങനെയുള്ള പ്ലാറ്റ്ഫോം എടുക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സംഭവം വെച്ചാൽ ഇങ്ങനെയുള്ള ആക്ഷൻ സൈബർ സെല്ലിന്റെ ഭാഗത്ത് നിന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കുവാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനെയുള്ള ഫേക്ക് ഐ ഡി നമുക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. ഫേക്ക് ഐ ഡി നമുക്ക് ഒരു വിധത്തിൽ പിടിക്കാൻ ഒക്കത്തില്ല. നമുക്ക് എന്തെങ്കിലും കുറച്ചെങ്കിലും നമുക്കൊരു വസ്തുതപരമായിട്ടുള്ള ഏതെങ്കിലും ഐ ഡി നിന്നാണ് ഉറപ്പ് വരുത്തുവാണെങ്കിൽ നമുക്ക് സഡനായിട്ട് സൈബർ സെല്ലിന് കൊടുക്കണം, അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റും. പക്ഷെ ഇതിനകത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ സൈബർ സെല്ലിൽ ഞാൻ ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും അവർക്ക് ഇതിനകത്ത് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇതിനേക്കാൾ അപ്പുറമുള്ള കേസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അറിയാമല്ലോ, ഇപ്പൊ തന്നെ പൈസ തട്ടിപ്പ്, മറ്റേ തട്ടിപ്പ്, മറിച്ച് തട്ടിപ്പ്, ഒരുപാട് കേസുകൾ ഇതിനെ കുന്നുകൂടുകയാണ്. അപ്പൊ ഇത് നമ്മുടെ കേസുകൾ അവർക്ക് പ്രയോറിറ്റി ലിസ്റ്റിൽ കുറച്ച് താഴേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ അവകാശപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ആക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ മാനസികമായിട്ട്, ശാരീരികമായിട്ട് തളർന്ന് ഇതിനുള്ള സഡൻ ആക്ഷൻ അവിടെ ഉണ്ടാവുന്നില്ല. കാരണം നമ്മളെക്കാളും പ്രശ്നമുള്ളവർ അപ്പുറത്ത് മാറി നിൽക്കുമ്പോഴത്തേക്ക് ഇതിനുള്ള സംവിധാനങ്ങൾ സൈബർ സെല്ലിന് എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും, അത്രയുള്ള ആത്മഹത്യ, ഈ കുട്ടിയുടെ കാര്യത്തിലൊക്കെ അങ്ങനെയുള്ള ആ ഒരു അത്യാഹിതം സംഭവിക്കുമ്പോൾ മാത്രമാണ് അവർ ഉണർന്ന് പ്രവർത്തിക്കുന്നത്. അതിന് ഒരുപാട് പരിമിതികളുണ്ട്. എത്രത്തോളം ഇനി വരുന്ന പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലഘട്ടമാണല്ലോ. ഇനിയിപ്പോൾ എന്തെങ്കിലും സൈബർ സെല്ലിൽ മുൻകൈ എടുത്ത് എന്തെങ്കിലും പെട്ടെന്ന് സഡൻ ആക്ഷൻ പറ്റുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫേക്ക് ഐ ഡി ആണ് അത് ഒഴിവാക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അല്ലാതെ അത് പെട്ടെന്ന് ഇനിയിപ്പോൾ ഒരു ആക്ഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന എനിക്ക് പ്രതീക്ഷയില്ല. ശ്രീ ബിനോയ്, ഇത്തരം സൈബർ ഇടങ്ങൾ കൈകാര്യം ചെയ്യുന്ന താങ്കൾക്ക് തന്നെ അറിയാമായിരിക്കും, ഈ ബ്ലോഗർമാർ തമ്മിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഇൻഫ്ലുവൻസേഴ്സ് തമ്മിൽ തന്നെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ടോ? അതുകൊണ്ട് തന്നെ ഒരാളുടെ ഫാൻസ് അല്ലെങ്കിൽ അയാൾ പറഞ്ഞിട്ട് മറ്റേ ആൾക്കെതിരായി നീങ്ങുന്ന ഒരു പ്രവണത അങ്ങനെയും കേട്ടിട്ടുണ്ടല്ലോ. അത് എന്താണെന്ന് അറിയാമോ? ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണ സഹിതം പറയുകയാണ്. ഇപ്പൊ ഒരു സഞ്ജു ടെക്കിയുടെ വിഷയം വന്നു. ഇപ്പൊ അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്ത ഒരു സമൂഹം, നമ്മുടെ സമൂഹം ഉണ്ട്. ഒരു വിഷയം വരുമ്പോഴത്തേക്ക് ഒരു മൈനസ് വരും. ഈ പെൺകുട്ടിയുടെ കാര്യം തന്നെ എടുക്കാം. ഇത്രയും നാൾ ആ പെൺകുട്ടി വളരെ സജീവമായിട്ട് സോഷ്യൽ മീഡിയയിലായിരുന്നു. ഒരു വിഷയം വരുമ്പോഴാണ് ഇതെല്ലാം തലപൊക്കിക്കൊണ്ട് വരുന്നത്. ഇതുവരെ ആ ലൈസൻസിന്റെ മറ്റേ വെള്ളം നിറച്ച ടാങ്കറിന്റെ വിഷയത്തിൽ സഞ്ജു ടെക്കി ആ ഒരു വിഷയം വന്നപ്പോഴാണ് ഇത്രയും പമ്മിയിരുന്ന ശത്രുക്കളെല്ലാം കൂടെ ഒരുമിച്ച് പൊങ്ങുന്നത്. അതുവരെ ഒരു സൈലന്റ് ആയിട്ട് നിന്നോട്ട് കമന്റുകളിലൂടെ ആയിരിക്കും വരുന്നത്. മറ്റേ പ്രത്യക്ഷത്തിൽ വന്ന് ഇയാളെ ഇങ്ങനെ കമന്റുകളിലൂടെയും തെറികളിലൂടെയും എല്ലാം അവരുടെ ജീവിതം തന്നെ ഇനി ഏത് ശിക്ഷയെക്കാളിലും കിട്ടുന്ന ശിക്ഷയാണ് ഇങ്ങനെയുള്ള ഈ ഒരു സൈബർ ബുള്ളിങ്ങിലുള്ള അവർ അനുഭവിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പമ്മിയിരിക്കുന്ന ശത്രുക്കൾ ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുന്ന എന്തെങ്കിലും ന്യൂനതകൾ ഈ വ്ളോഗർക്കോ അല്ലെങ്കിൽ ആ സാമൂഹ്യ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക് വരുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. ഇത് കോമ്പറ്റീഷൻ ഉണ്ട്, എല്ലാ ഫീൽഡിലും ഉണ്ട്. ഈ പറയുന്നത് ഞാനും എനിക്കും കോമ്പറ്റീറ്റർ ഉണ്ട്. പക്ഷെ അത് നമുക്ക് ഈ പറയുന്ന പ്രത്യക്ഷത്തിൽ ആ അറ്റ് എ ടൈം ഉണ്ടാവണമെന്നില്ല. എപ്പോഴെങ്കിലും ഇത് മൂടോടെ പൊങ്ങി വരും. അപ്പോഴാണ് ഈ മാനസികമായിട്ട് നമ്മളെ തകർക്കാൻ ഇവർക്ക് കഴിയുന്നത്. ശരി, ശ്രീ അരുൺ ബി നായർ, ഇവിടെ രണ്ട് ഘടകങ്ങൾ. നമ്മളിപ്പോൾ സൈബർ ആക്രമണങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. പക്ഷേ ഈ സൈബർ ഇടങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നുള്ളതും പലപ്പോഴും ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതല്ലേ? കാരണം പലപ്പോഴും സമൂഹത്തിന് നല്ല സന്ദേശമല്ല നൽകുന്നത് എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങളൊക്കെ പോലീസ് പിടികൂടുന്നുണ്ട്. നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടതൊക്കെയാണ് വാഹനത്തിനകത്ത് വെള്ളം നിറച്ച സ്വിമ്മിംഗ് പൂളാക്കുന്ന രീതി, വാഹനത്തിൻ്റെ ഡ്രൈവർ സീറ്റിൽ നിന്ന് കാറിൻ്റെ ഡോറിലേക്ക് കയറിയിരുന്നുകൊണ്ട് വാഹനം ഓടിക്കുന്ന രീതി, ഇങ്ങനെയുള്ള ഉള്ളടക്കങ്ങളുമുണ്ട്. അപ്പോൾ എവിടെയാണ് ശരിക്കും നിയന്ത്രണം വരേണ്ടത്? ഈ ഉള്ളടക്കത്തിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കമന്റുകൾ ഇടുന്ന കാര്യത്തിലും രണ്ടിലും ഒരേ രീതിയിലുള്ള ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടുപോയാലല്ലേ ഈ സൈബർ ഇടങ്ങൾ കൂടുതൽ ആക്രമണകാരികളാകാത്ത രീതിയിൽ സമൂഹത്തിലേക്ക് ഉതകുന്ന രീതിയിൽ ഗുണകരമായ രീതിയിൽ പ്രയോഗിക്കാൻ കഴിയുകയുള്ളൂ?
തീർച്ചയായിട്ടും. കാരണം ഒരു സാമൂഹ്യ മാധ്യമം നടത്തുന്ന വ്യക്തിക്ക് ഒരു സാമൂഹ്യ ഉത്തരവാദിത്തമുണ്ട്. താൻ നടത്തുന്ന പരാമർശം എന്താണെങ്കിലും അത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സമർത്ഥിക്കാൻ കഴിയുന്നതായിരിക്കണം. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ളതായിരിക്കണം. ഏതെങ്കിലും മതവിഭാഗത്തിനെയോ രാഷ്ട്രീയ വിഭാഗത്തിനെയോ വ്യക്തികളെയോ തേജോവധം ചെയ്യുന്ന തരത്തിൽ, വിമർശനവും തേജോവധവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. വിമർശനങ്ങൾ ഉന്നയിക്കാം, ആരുടെ പ്രവൃത്തികളെ കുറിച്ച് വിമർശനങ്ങൾ ഉന്നയിക്കാം, കാര്യകാരണ സഹിതമായിട്ട് പറഞ്ഞുകൊണ്ട് വിമർശനങ്ങൾ ഉന്നയിക്കാം. ആ വിമർശനത്തിന്റെ ഭാഗമായിട്ട് പരിഹാസം അല്ലെങ്കിൽ സർക്കാസം എന്ന് പറയുന്ന ആ ഒരു തരത്തിലൊക്കെ വരാം. പക്ഷേ വ്യക്തിപരമായി ഒരു വ്യക്തിയെ അവഹേളിച്ചുകൊണ്ട്, ആ വ്യക്തി ചെയ്ത പ്രവൃത്തിയല്ല, ആ വ്യക്തിയുടെ സ്വഭാവ ഗുണത്തെ അവഹേളിച്ചുകൊണ്ട് അവരെ ഒരുപക്ഷെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന തരത്തിലുള്ള വിമർശനങ്ങളും അത്തരത്തിലുള്ള പരാമർശങ്ങളും ഒക്കെ ചില സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വരുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മുഖ്യധാര ചാനലിൽ എങ്ങനെ വേണം ഒരു പരിപാടി അവതരിപ്പിക്കാൻ എന്നുള്ളതിനെ കുറിച്ച് ഒരു എഡിറ്റോറിയൽ ഡിസ്കഷനും എഡിറ്റോറിയൽ സൂപ്പർവിഷനും ഉണ്ട്. പക്ഷെ ഒരു വ്യക്തി സ്വന്തമായിട്ട് നടത്തുന്ന ഒരു യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജ്, അതിൽ എന്ത് പറയണമെന്നുള്ളത് അദ്ദേഹത്തിന് തീരുമാനിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ പലപ്പോഴും ഒരു പ്രധാനപ്പെട്ട സംഗതി എത്രയും പെട്ടെന്ന് കൂടുതൽ ലൈക്കുകൾ, കൂടുതൽ ഫോളോവേഴ്സ് അല്ലെങ്കിൽ കൂടുതൽ ഷെയറുകൾ അത് ലഭിക്കുക എന്നുള്ള ഒരു വ്യഗ്രതയിൽ സെൻസേഷണൽ കണ്ടന്റ് ലോഡ് ചെയ്ത് വിടുന്ന ഒരു രീതി നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു സത്യമാണ്. കാരണം ഇതൊരു വരുമാന മാർഗം കൂടെയായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇപ്പൊ യൂട്യൂബ് ചാനലിലൂടെ വരുമാനം കിട്ടുന്ന സാഹചര്യം ഒരുപാട് ആളുകൾക്കുണ്ട്. ഇൻസ്റ്റാഗ്രാം അടക്കം മറ്റ് സാമൂഹ്യ മാധ്യമ പേജുകളിലും മറ്റുമൊക്കെ പരസ്യങ്ങൾ സ്വീകരിക്കാനും അതിലൂടെ ഒരു ഇൻകം ജനറേറ്റിംഗ് സംഗതിയായിട്ട് അല്ലെങ്കിൽ ഒരു ഫുൾ ടൈം പ്രൊഫഷനായിട്ട് തന്നെ ഒരുപാട് ആളുകൾ ഇത് എടുക്കുന്നുമുണ്ട്. പലരും ഭംഗിയായിട്ട് അത് ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഇതൊരു തീവ്രമായ മത്സരമുള്ള ഒരു മേഖലയായി മാറുന്നു. ആർക്ക് വേണമെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പ്രൊഫൈൽ തുടങ്ങാനുള്ള സാധ്യത വരുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ തന്നെ ഉള്ളപ്പോൾ ഞാൻ ചെയ്യുന്ന സാധനം ശ്രദ്ധാകേന്ദ്രമാകണമെങ്കിൽ ഞാൻ അതിനെ സെൻസേഷണലൈസ് ചെയ്യണം. ഈ സെൻസേഷണലൈസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു വഴി എന്ന് പറയുന്നത് വളരെ മോശമായ ഭാഷയിലുള്ള ആക്രമണങ്ങൾ ആർക്കെങ്കിലും നേരെ അഴിച്ചുവിടുക എന്നുള്ളതാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ വിധേയരാകുന്നത് ചലച്ചിത്ര താരങ്ങൾ അല്ലെങ്കിൽ സ്പോർട്സ് താരങ്ങൾ, അങ്ങനെ മുഖ്യധാര സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകളാണ്. രാഷ്ട്രീയ നേതാക്കൾക്ക് നേരെ, മന്ത്രിമാർക്ക് നേരെ, അല്ലെങ്കിൽ ആ തരത്തിൽ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ അല്പം ശ്രദ്ധാകേന്ദ്രമായി നിൽക്കുന്ന ആർക്കെതിരെയും രൂക്ഷമായ വിമർശനങ്ങൾ അഴിച്ചുവിടുകയും അതിന് വളരെ സെൻസേഷണൽ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ കാണാൻ സാധ്യതയുണ്ട്. അതൊരു നല്ല വരുമാന മാർഗമായി മാറുകയും ചെയ്യുന്നു. ഇത് അവതരിപ്പിക്കുന്ന ആള് ഒരു സെലിബ്രിറ്റിയായി മാറാനുള്ളൊരു സാധ്യതയും വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെയാണ് ഒരു ആത്മനിയന്ത്രണത്തിന്റെ ആവശ്യം വരുന്നത്. പറയുന്ന വിഷയം എന്തായാലും ഇപ്പൊ എത്രയോ ശാസ്ത്രീയമായ അറിവുകൾ ലോകത്തിന് പകർന്നു കൊടുക്കുന്ന സാമൂഹ്യ മാധ്യമ ചാനലുകളുണ്ട്. നമ്മളെല്ലാം വളരെ ആദരവോടെ കാണുന്ന പല സംഗതികളുമുണ്ട്. പക്ഷെ തെറ്റായ കാര്യങ്ങൾ, അശാസ്ത്രീയമായ കാര്യങ്ങൾ, വൈദ്യശാസ്ത്ര മേഖലയിൽ തന്നെ അസംബന്ധങ്ങളായ കാര്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്ന ആളുകളും ഉണ്ട്. അന്ധവിശ്വാസങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വിശ്വാസം, ആ വിശ്വാസത്തിന്റെ ഒരു തീവ്രമായ ഒരു രൂപം, ബാക്കി ഒന്നും സഹിക്കാൻ പറ്റില്ല, ബാക്കി എല്ലാത്തിനെയും അവഹേളിച്ചുകൊണ്ട് ഈ ഒരു വിശ്വാസം മാത്രമാണ് യാഥാർത്ഥ്യം എന്നുള്ള മട്ടിൽ പ്രചരിപ്പിക്കുന്ന സംഗതികളുണ്ട്. അപ്പൊ ഈ എക്സ്ട്രീമിസം, ഈ തീവ്ര സ്വഭാവമുള്ള ആശയവിനിമയങ്ങൾ അത് വരാതെ നിയന്ത്രിക്കേണ്ടത് തീർച്ചയായിട്ടും ആവശ്യമാണ്. പലപ്പോഴും ഈ IT ആക്ടിന്റെ പല സെക്ഷനുകളിലും ഇതൊക്കെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. പക്ഷെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് യൂട്യൂബ് ചാനലുകളും ഇൻസ്റ്റാഗ്രാം പേജുകളും ഒക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും പരാതി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇത് ഒരു നിയമപാലകരുടെ ശ്രദ്ധയിൽപ്പെടാനുള്ള ഒരു മാർഗം. പക്ഷെ നിയമപാലകരെ സംബന്ധിച്ചുള്ള ഇപ്പൊ സൈബർ സെല്ലാണെങ്കിൽ പോലും സൈബർ സാമ്പത്തിക തട്ടിപ്പുകള്, സൈബർ സ്വഭാവമുള്ള കൂടുതൽ ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങൾ, അത്തരം ചതിക്കുഴികളിൽ വീഴ്ത്തിയ ആൾക്കാരെ കൊന്നുകളയുന്ന തരത്തിലുള്ള സംഗതികളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കേസുകൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടും. കാരണം പോലീസുകാരുടെ എണ്ണത്തിൽ ഒരു ലിമിറ്റേഷൻ വരുമ്പോൾ ഇത്തരം കൂടുതൽ ഗൗരവ സ്വഭാവമുള്ള കേസുകളിലേക്ക് അവരുടെ ശ്രദ്ധ പോവുകയും ഈ സൈബർ ബുള്ളിയിങ് പോലെയുള്ള കാര്യങ്ങളും നിയമത്തിന്റെ മുൻപിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന വിഷയങ്ങളല്ലാതെ ബാക്കിയുള്ള കേസുകൾ കൈകാര്യം ചെയ്തതിനു ശേഷം അന്വേഷിക്കാവുന്ന ഒരു സംഗതി എന്നുള്ള നിലയിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യും. അത് നിയമ സംവിധാനത്തിന്റെ കുഴപ്പമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജനസാന്ദ്രത കൂടുതലുള്ള ഒരു സ്ഥലത്ത് പരിമിതമായ എണ്ണം നിയമപാലകർ മാത്രമായി മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനത്തിന് അതേ സാധ്യമാവൂ എന്നുള്ളൊരു പ്രായോഗിക യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഒരു സെൽഫ് ഡിസിപ്ലിൻ ഇതിന്റെ കണ്ടന്റിന്റെ കാര്യത്തിൽ ഉണ്ടാകേണ്ടതിന്റെ ഒരു ആവശ്യകത. രണ്ടാമത്തേത്
ഈ കമന്റുകൾ ഇടുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാകണം. അപ്പൊ എത്ര ഫേക്ക് ആയിട്ടുള്ള സംഗതി വെച്ച് ചെയ്തു കഴിഞ്ഞാലും ഇന്നത്തെ കാലത്ത് വേണമെങ്കിൽ അതിന്റെ പേരുകൾ ട്രേസ് ചെയ്തൊക്കെ പോകാനൊക്കെ സാധിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ പക്ഷെ ഇത് പിടിക്കപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മൾ പൊതുവെ പറയാറുണ്ടല്ലോ, നമ്മൾ മാന്യമായി പെരുമാറുന്നത് ഒരു പോലീസുകാരൻ നമ്മുടെ തലയിൽ തോക്ക് ചൂണ്ടി സദാ നിൽക്കുന്നത് കൊണ്ടല്ല, അല്ലാതെ തന്നെ നമ്മളൊരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മുടെ ഒരു സമൂഹത്തിനോടും നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളോടുമുള്ള ഒരു പ്രതിബദ്ധതയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നല്ല രീതിയിൽ പെരുമാറാനായിട്ട് ശ്രമിക്കാറുണ്ട്. ആ നല്ല പെരുമാറ്റം എന്ന് പറയുന്നത് കുട്ടികളെ വളർത്തുമ്പോഴടക്കമുള്ള കാര്യങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വിദ്യാലയങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ പൊതുവായിട്ട് വരേണ്ട ഒരു കാര്യമാണ്. ഈ ഒളിച്ചു നിന്ന് കല്ലെറിഞ്ഞതിന് ശേഷം മറ്റുള്ളവർ വേദനിക്കുന്നത് കണ്ടിട്ട് അതൊരു മിടുക്കാണ് എന്ന് കരുതി അത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമൂഹം അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒളിയമ്പുകൾ, ഒളിഞ്ഞിരുന്നത് കൊണ്ട് ഫേക്ക് പ്രൊഫൈലുകളുടെ സഹായത്തോടുകൂടി ഇത്തരം ഒളിയമ്പുകൾ എയ്യുന്ന സംസ്കാരം തുടരും. അതിനെയും സമൂഹം വളരെ ശക്തമായിട്ട് നിയന്ത്രിക്കേണ്ടതായിട്ടുമുണ്ട്. നിയമപരമായിട്ടുള്ള നിയന്ത്രണങ്ങളും ആവശ്യമായിട്ടുണ്ട്. അതെ. ശ്രീ ബിനോയ് കുഞ്ഞുമോൻ, താങ്കൾ ഒരു വ്ലോഗറാണ്. താങ്കളുടെ എന്താണ് ഉള്ളടക്കം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടി താങ്കൾക്ക് പറയാനുള്ള ഉള്ളടക്കം എന്താണ് എന്നുള്ളത് വ്യക്തമായ ധാരണയിൽ തന്നെയാണോ താങ്കൾ തിരഞ്ഞെടുത്തത്? കാരണം ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണത, വളരെ ചെറിയ കുട്ടികൾ പോലും എന്തെങ്കിലുമൊക്കെ ദിവസേന നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവർ അനുഭവങ്ങളായി പങ്കുവയ്ക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. പലപ്പോഴും പൂർണ്ണമായ ഒരു വാചകത്തിൽ കൂടി അവർക്ക് പറയാൻ പോലും കഴിയുന്നില്ല, അതുപോലും ഹിറ്റാകുന്ന ഒരു പ്രവണത വരുന്നു. അതുകൊണ്ട് കൃത്യമായി ഇത്തരത്തിൽ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അവരുടെ ഉള്ളടക്കം എന്താണ്, അത് കൃത്യമായ രീതിയിൽ സമൂഹത്തിലേക്ക് പാസ് ചെയ്യണം എന്നുള്ള ധാരണയിൽ തന്നെയാണോ താങ്കൾ അടക്കം ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ തീരുമാനിച്ചത്? എന്റെ ഒരു കാര്യം മാത്രം എനിക്ക് പറയാം. എനിക്ക് ഇപ്പൊ എന്റെ വീഡിയോ 100 പേര് കണ്ടാല് അതിൽ 75 പേര് തെറ്റിലേക്ക് പോകത്തില്ല എന്ന് പറഞ്ഞ അത്തരത്തിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ചെയ്യുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള നിങ്ങൾ അങ്ങോട്ട് പോകരുത്, നിങ്ങൾക്ക് പണം നഷ്ടപ്പെടും, അങ്ങനെയുള്ള സംഭവങ്ങൾ, അത് നിങ്ങൾ ശരിയും തെറ്റും മനസ്സിലാക്കിയിട്ട് മാത്രമേ അത് അങ്ങോട്ട് പോകാവൂ എന്നുള്ള സൂചന കൊടുത്തുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഒരു പബ്ലിക് അവയർനെസ് ഉള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ധൈര്യപൂർവ്വം, ഞാൻ ആസ് എ ബ്ലോഗർ എന്ന രീതിയിൽ എനിക്ക് ധൈര്യപൂർവ്വം പറയാൻ പറ്റും, ഞാൻ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. പക്ഷെ മറ്റു പലരും അങ്ങനെ ആവണമെന്നില്ല. വീട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വീഡിയോ ഒന്നും കാണത്തില്ല. അവർ പറയുന്ന പൈസ മാത്രം ഏൺ ചെയ്തുകൊണ്ട് സമൂഹത്തിൽ ചിലപ്പോൾ തെറ്റായ സന്ദേശം കൊടുക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് വീഡിയോ ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെ പല രീതിയിലാണ്. പക്ഷെ അത് വിവേചിച്ച് അതിന് ശരിയായ തെറ്റെന്നുള്ളത് മനസ്സിലാക്കി പോകേണ്ട സമൂഹമാണ്. ഏതാണ് നമുക്ക് പ്രയോജനമുള്ള വീഡിയോ, അങ്ങനെയുള്ള സെലക്ട് ചെയ്ത് പോകേണ്ട ബാധ്യത സമൂഹത്തിനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും, ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. പക്ഷെ പലരും ഈ പറഞ്ഞ അരുൺ സാർ പറയുന്നത് ശരിയാണ്, ഒരുപാട് ഇതാണ് നമ്മുടെ വിശ്വാസം, ഇതിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാണെന്നൊക്കെ ചെയ്യുന്ന തെറ്റായ പ്രവണത കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതൊന്നും ചെയ്യാനൊക്കത്തില്ല. സാമൂഹ്യ മാധ്യമങ്ങളിൽ കടിഞ്ഞാണ് ഈ പറയുന്ന പോലെ ടെലിവിഷൻ ചാനലുകൾക്ക് ഒരു രജിസ്ട്രേഷൻ ഏർപ്പെടുത്തുന്ന പോലെ ഈ യൂട്യൂബ് ചാനൽ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയ്ക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിയന്ത്രണം കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഒരുപാട് കാര്യം ഞാൻ ഉദാഹരണത്തിൽ പറയാം. ഒരു വീട്ടിൽ തന്നെ ഇപ്പൊ 5 യൂട്യൂബ് ചാനൽ നടത്തി ജീവിക്കുന്ന എത്ര പേരുണ്ടെന്ന് അറിയാമോ? കാര്യം ഒരു മാനദണ്ഡം ഇതിനകത്തില്ല. ആർക്ക് എപ്പോഴും ഒരു ഇമെയിലൂടെ ഉണ്ടേ തുടങ്ങും. ഒരു നിയന്ത്രണവും ഇല്ല, ഒരു രജിസ്ട്രേഷനും ഇല്ല, ഒരു ബാധ്യതയും ഇല്ലാത്തൊരു സംഭവമാണ്. പക്ഷെ ഇതിനകത്ത് ഒരുപാട് തെറ്റായ സന്ദേശങ്ങൾ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ കൊടുക്കുന്നുണ്ട്, പറയാതിരിക്കാൻ വയ്യ. ശരി, എന്തായാലും ഈ ഉള്ളടക്കം തന്നെയാണ് പ്രധാന വിഷയം. ബ്ലോഗറായ അഖിൽ രാജ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ അഖിൽ രാജ്, എന്താണ് ഉള്ളടക്കം എന്ന് തീരുമാനിക്കേണ്ടത് ഓരോരുത്തരുടെയും വ്യക്തി സ്വാതന്ത്ര്യമാണ്. പക്ഷേ അത് സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ തന്നെ ആകണം, ഗുണപ്രദമായ രീതിയിൽ തന്നെ ആകണം എന്ന് തീരുമാനിക്കുന്നിടത്താണ് നമുക്ക് ഏറ്റവും അഭികാമ്യമായ സംഗതികൾ വരുന്നത്. ഇവിടെ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുകയും അല്ലെങ്കിൽ ഇത്തരം പ്രവണതകൾ കൂടുകയും ഒക്കെ ചെയ്യുന്നത് ഇതിലെ ഉള്ളടക്കം മോശമാകുന്നത് കൊണ്ടാണ് എന്നുള്ളൊരു അഭിപ്രായമുണ്ടോ? ഹലോ അഖിൽ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. സമൂഹ മാധ്യമങ്ങളില് ആളുകൾ കണ്ടന്റ് ചെയ്യുന്നത് കാണാൻ ആളുള്ളത് അനുസരിച്ചാണ്. അപ്പോ സോഷ്യൽ മീഡിയയുടെ ആൽഗോരിതം എന്ന് വെച്ചാൽ ആളുകൾ കാണുന്ന വീഡിയോയ്ക്കാണ് റീച്ച് ഉണ്ടാവുക. അപ്പോ ഒരാളുടെ രുചി എന്താണോ അതനുസരിച്ചിട്ടുള്ള വീഡിയോ ആയിരിക്കും അയാളുടെ പേജിലേക്കും ഹോം പേജിലേക്കും എത്തുക. അപ്പോ അയാൾ വീഡിയോ അതുപോലത്തെ വീഡിയോ കാണാത്ത ആൾക്ക് ആ ഒരു ഏത് കണ്ടന്റ് ആണോ മോശമെന്ന് നിങ്ങൾ പറയുന്നത് ആ കണ്ടന്റ് എത്തില്ല. അപ്പൊ കണ്ടന്റ് എന്താണെന്ന് സെലക്ട് ചെയ്യാൻ തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു പ്രേക്ഷകൻ ഉള്ളിടത്തോളം കാലം ഏത് കണ്ടന്റും ചെയ്യാൻ സോഷ്യൽ മീഡിയയിലെ ആളുകൾക്ക് അവകാശമുണ്ട്. അഖിൽ രാജ്, പ്രധാനമായും എന്ത് ഉള്ളടക്കമാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു കൊണ്ടുവരുന്നത്? ഫുഡ് ബ്ലോഗാണ് ചെയ്യാറ്.
അതിന് ഏതെങ്കിലും രീതിയിലുള്ള മോശം കമന്റ്സ് വരാറുണ്ടോ? അങ്ങനെ ഒരു ആക്രമണം എപ്പോഴെങ്കിലും നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ആക്രമണം എന്നുള്ളതല്ല. ഇപ്പോ ഞാൻ റീസെന്റ് ആയിട്ട് ഒരു നമ്മുടെ സദ്യയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ പലതരത്തിലുള്ള അഭിപ്രായം വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ട്രിവാൻഡ്രം സദ്യയാണ് നല്ലതെന്നും അല്ലെങ്കിൽ ആറന്മുള സദ്യയാണെന്നും ഓണാട്ടുകരയുടെ സദ്യയാണെന്നും കുറെ പേർ വാദിക്കുന്നുണ്ട്. ഇതൊന്നുമല്ല, തൃശ്ശൂർ ആണ് നല്ലതെന്ന് പറയുന്നുണ്ട്. മലബാറിൽ നിന്ന് ആളുകൾ വന്നിട്ട് അതിൽ ആളുകൾ വന്ന് കമന്റ് ചെയ്യുന്നു. ഈ കമന്റ് ചെയ്യുന്നത് ഒരു ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ എനിക്ക് നല്ലതാണ്. കാരണം ആ വീഡിയോ അത്രയും റീച്ച് കൂടുതലാവുന്നു. അപ്പൊ ആളുകളെ കൂടുതൽ എൻഗേജ് ചെയ്യിക്കാൻ കഴിയുന്ന വീഡിയോകൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ചെയ്യുന്ന ആളുകൾ ആരും സൂപ്പർ ഹ്യൂമൻസ് അല്ല. ഇവരെല്ലാവരും മജ്ജയും മാംസമുള്ള മനുഷ്യരാണ്. അപ്പൊ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന അവർ ചെയ്യുന്ന കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിൽ അവർ ചിലപ്പോൾ അവരുടെ കണ്ടന്റുകളിൽ അവർ വളരെ അമാനുഷികരായോ അല്ലെങ്കിൽ വളരെ മോട്ടിവേഷൻ സ്പീക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം. പക്ഷെ ഇവരെല്ലാവരും അവസാനത്തിൽ അല്ലെങ്കിൽ അവരും മജ്ജയും മാംസമുള്ള മനുഷ്യരാണ്. അപ്പോ ഇമോഷൻസ് എന്ന് പറയുന്ന എല്ലാവർക്കും ഒരുപോലെയാണ്. മരണത്തിന്റെ കാരണം എന്താണെന്നോ അല്ലെങ്കിൽ എന്താണ് സൈബർ ബുള്ളിങ് നടന്നു എന്ന് ഞാൻ അറിയുന്നത് അവർ ചെയ്യുന്ന കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പലപ്പോഴായിട്ട് സൈബർ ബുള്ളിങ് നടന്നിട്ടുണ്ട്. അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചെയ്യുന്ന കണ്ടന്റുകൾ ആളുകൾ എങ്ങനെ എടുക്കുന്നു എന്നനുസരിച്ച് അവർ ചെയ്യുന്ന കമന്റുകളെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. അപ്പൊ ഈ പറഞ്ഞ പോലെ 18 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിക്ക് അതിനുള്ള പക്വതയില്ല എന്ന രീതിയിലാണ്. അവർക്കത് താങ്ങാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആണെങ്കിൽ എനിക്കറിയില്ല അതാണോ കാരണം എന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ ആണെങ്കിൽ അത് എന്താണ് നമ്മൾ എല്ലാവരും ഇപ്പൊ 30 വയസ്സ് 40 വയസ്സായ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു. അപ്പൊ പ്രായം ഇതിന്റെ മാനദണ്ഡമൊന്നുമല്ല. അവരെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ചെയ്യുന്നവരും മനുഷ്യനാണ്. അവർക്കും ഇമോഷൻസ് ഉണ്ട്, അത്രേ ഉള്ളൂ. അതെ, വളരെ നന്ദി അഖിൽ രാജ് പ്രതികരിച്ചതിന്. അരുൺ ബി നായരിലേക്ക് പോവുകയാണ്. ഡോക്ടർ അരുൺ, സമയം ഏതാണ്ട് അവസാനിക്കാറായിരിക്കുന്നു ചർച്ചയുടെ. ഏറ്റവും ഒടുവിലായി താങ്കൾക്ക് നൽകാൻ കഴിയുന്ന ഒരു സന്ദേശം എന്താണ്? ഈ സോഷ്യൽ മീഡിയ ഇടങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ഏതു രീതിയിലായിരിക്കണം? അത് ഇതിൻ്റെ ഉള്ളടക്കം ക്രിയേറ്റ് ചെയ്യുന്നവരായിക്കോട്ടെ, ഇതിൽ കമൻറ്റ് ചെയ്യുന്നവരായിക്കോട്ടെ, ഇവർ രണ്ടുപേരും പാലിക്കേണ്ടുന്ന ഒരു മാനദണ്ഡം എന്താണെന്നാണ് താങ്കൾ കരുതുന്നത്? അടിസ്ഥാനപരമായി എല്ലാവർക്കും ഒരു സൈബർ ലിറ്ററസി അല്ലെങ്കിൽ സൈബർ സാക്ഷരത ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇപ്പൊ സൈബർ സാക്ഷരത എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആൾക്കാരോട് നേർക്കുനേർ ഇടപെടുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള മാന്യതകളാണോ ശീലിക്കാറുള്ളത്, ഇതൊക്കെ തന്നെ സൈബർ ഇടപെടലുകളിലും അത്യാവശ്യമായിട്ടുണ്ട്. ഈ സൈബർ ഇടപെടലുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾ നടത്തുന്ന ഒരു കണ്ടന്റ് അത് ജനോപകാരപ്രദമായതുകൊണ്ടാണ് നമുക്ക് സ്വീകാര്യത കിട്ടുന്നത്. അങ്ങനെയാണ് സ്വീകാര്യത കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ കിട്ടുന്ന സ്വീകാര്യത ശാശ്വതമാവുകയുള്ളൂ. അതൊരു സാമൂഹ്യ അംഗീകാരത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയുള്ളൂ. അല്ലാതെ കേവലം കുറച്ച് സെൻസേഷൻ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്, താൽക്കാലികമായിട്ട് കുറച്ച് പണം കിട്ടാൻ വേണ്ടിയിട്ട്, കുറച്ച് വ്യൂവേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ദീർഘകാല അടിസ്ഥാനത്തിൽ നമുക്ക് മാത്രമല്ല ലോകത്തിനും ഗുണകരമല്ലാത്തൊരു സംഗതിയായി മാറും എന്നുള്ളൊരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു വ്യക്തി ഇത്തരത്തിലൊരു സാമൂഹ്യ മാധ്യമത്തിലൂടെ ഒരു ഗുണകരമായിട്ടുള്ളൊരു ഇടപെടൽ നടത്തുന്നുവെങ്കിൽ അത് ശ്ലാഘനീയമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പൊ കുട്ടികളാണെങ്കിൽ പോലും അവരുടെ കലാരൂപങ്ങളോ അവരുടെ ജീവിത വീക്ഷണങ്ങളോ ഒക്കെ അവതരിപ്പിക്കുന്നു എങ്കിൽ അത് ഒരു ക്രിയാത്മകമായിട്ടുള്ളൊരു നടപടിയായിട്ട് എടുത്ത് തന്നെ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കണം. പക്ഷെ തീർച്ചയായിട്ടും വീടുകളിൽ മുതിർന്നവരുടെ ഒരു മേൽനോട്ടം അതുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാകണം. എന്ത് കണ്ടന്റാണ് കുട്ടികൾ അവതരിപ്പിക്കുന്നത്, അതിന് എന്തുതരം പ്രതികരണം വരുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ഒരു കൃത്യമായിട്ടുള്ളൊരു നിയന്ത്രണം ഉണ്ടാവേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ സൈബർ നിയമങ്ങൾ കർശനമായിട്ട് പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ബാധ്യത ഭരണകൂടം അടക്കമുള്ള സംവിധാനങ്ങൾക്കുമുണ്ട്. ഇതെല്ലാം കൂടെ കൃത്യമായിട്ട് പാലിച്ചു കഴിഞ്ഞാൽ ഭാവിയിലെങ്കിലും ഇത്തരം സൈബർ ബുള്ളിയിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരം അനാരോഗ്യകരമായ സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒഴിവാക്കാൻ സാധിക്കും. അതെ, സൈബർ ഇടങ്ങളിൽ ജീവൻ എടുക്കുന്ന പ്രവണതകൾ വരാതെ നോക്കേണ്ടത് നീതിന്യായ വ്യവസ്ഥ തന്നെയാണ്. അതിനുതകുന്ന നിയമ സംവിധാനം കൊണ്ടുവരേണ്ടതും ആണ്. എന്തായാലും സ്പെഷ്യൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുകയാണ്. അല്പസമയത്തിനകം ജനം ഡിബേറ്റ് കാണാം. നമസ്തേ.